ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഉഷ ടീച്ചർ. കഴിഞ്ഞ ദിവസം ഞാൻ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നില്ലേ? അത് കണ്ടിട്ട് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിരുന്നു. അവരുടെ വീട്ടിലും ഇതുപോലൊരു സംഭവം ഉണ്ടായി എന്ന് എന്നെ അറിയിക്കാൻ. ഈ വീഡിയോ കണ്ടപ്പോൾ എന്നെ ഒന്ന് വിളിക്കാതിരിക്കാൻ തോന്നിയില്ല എന്ന് പറഞ്ഞു. ഇനി എന്താണ് അവിടെ നടന്ന സംഭവം എന്ന് ഞാൻ പറയട്ടെ. ഈ വീഡിയോ ചെയ്യാൻ എനിക്ക് പ്രചോദനമായത് അതിലെ ചില ഇൻസിഡൻസാണ്. അത് ഞാൻ അവസാനം പറയാം. അപ്പം അവരെ കഥ ഇങ്ങനെയാണ്, നടന്ന സംഭവം ഇങ്ങനെയാണ്. അവരുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ കൂടെ ഒന്ന് പുറത്തു പോയി വന്നപ്പോൾ കുട്ടികൾക്ക് ഐസ്ക്രീം വലിയ ഇഷ്ടം. അങ്ങനെ വിവിധ ഇനം ഐസ്ക്രീമുകൾ രാത്രി ആയതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കണ്ടെന്ന് കരുതി അവർ വീട്ടിൽ കൊണ്ടുവന്നു, ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു. എൻ്റെ കൂട്ടുകാരി ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ അവർക്കിഷ്ടപ്പെട്ട ബ്രാൻഡ് ഐസ്ക്രീം ആ കൂട്ടത്തിലില്ല. അവർ പറയുന്നത് അവരെ മക്കൾക്ക് അറിയാം ഏത് തരം ഐസ്ക്രീമാണ് അവർ കഴിക്കുന്നതെന്നും സാധാരണ ഇവർ വാങ്ങിക്കൊണ്ട് കൊടുക്കാറുമുണ്ട്. അപ്പോൾ ഇന്ന് കൊണ്ടുവന്നതിൽ അത് കാണുന്നില്ല. ഇതിൽ എൻ്റെ സുഹൃത്തിനൊരു വിഷമം തോന്നി. അവരെന്ത് ചെയ്തെന്നറിയാമോ? പിറ്റേ ദിവസം തന്നെ കടയിൽ പോയപ്പോൾ അവർക്കിഷ്ടപ്പെട്ട ബ്രാൻഡ് ഉണ്ടോ എന്ന് അന്വേഷിച്ച് അത് തന്നെ അവർ വലിയ പാക്കറ്റ് വാങ്ങിച്ചു. അതും ഒരു കവറിലിട്ടിട്ട് അവരിങ്ങനെ നടന്നു വരവേ അവരെ മക്കളും മരുമക്കളും ഒക്കെ കൂടെ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ കാറിലിങ്ങനെ വന്ന് അമ്മയുടെ അടുത്ത് നിർത്തി. അമ്മയെ കൂടെ കയറ്റി. എന്നിട്ട് ചോദിച്ചു, അമ്മയുടെ കയ്യിൽ എന്തോ ഒരു പൊതിയിരിക്കുന്നതെന്ന്. അപ്പം അമ്മ പറഞ്ഞു, അതെന്താ ആവട്ടെ, നിങ്ങൾ ആ AC-യുടെ ആ ഭാഗത്തോട്ട് അങ്ങോട്ട് വെച്ചാണ് കാറിൽ എന്ന് പറഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയി. അപ്പോൾ മക്കൾക്ക് മനസ്സിലായി അമ്മ ഐസ്ക്രീം വാങ്ങി കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന്. അവരും ഒന്നും സംസാരിച്ചില്ല ഇതിനെപ്പറ്റി. അവർ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു വീട്ടിൽ പോയി. അമ്മ പതുക്കെ അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചു. അതിൻ്റെ പിറ്റേ ദിവസം അവിടെ വേറെ ആരുമില്ല. അപ്പോൾ അമ്മ പതുക്കെ അമ്മ കൊണ്ടുവച്ചിരിക്കുന്ന ഐസ്ക്രീം എടുത്ത് ഏകദേശം പകുതിയോളം ഒറ്റയിരിപ്പി കഴിച്ചു. എന്നിട്ട് അവർ ബാക്കി പകുതി കൊണ്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചു. വൈകുന്നേരമായപ്പോൾ ഒന്നും അറിയാത്ത പോലെ മകൻ വന്ന് ഫ്രിഡ്ജ് തുറന്ന് അമ്മ വെച്ചിരിക്കുന്ന ബാക്കി പകുതി ഐസ്ക്രീം എടുത്തുകൊണ്ട് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ പോയിരുന്ന് അമ്മ ഇത് ഇന്നലെ തന്നെ ഇത്രയും കഴിച്ചു തീർത്താ എന്ന് ചോദിക്കുന്നു. അപ്പം അമ്മ പറഞ്ഞ്, അത് ഞാൻ നാളെ എനിക്ക് കഴിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്, പിന്നെ നിനക്ക് വേണമെങ്കിൽ കഴിക്കും. ഇത് ഉത്തരം കേൾക്കാൻ നിൽക്കാതെ മോൻ അതിനു മുമ്പേ ഐസ്ക്രീം എടുത്തുകൊണ്ട് വെച്ച് അമ്മ വെച്ചിരുന്ന ബാക്കി ഐസ്ക്രീം കൊണ്ടുവന്ന് കഴിക്കാൻ തുടങ്ങി. ഈ സംഭവം ഞാനിവിടെ പറയാനുള്ള കാരണം, ആ അമ്മ പ്രതികരിച്ച രീതിയും ആ പ്രതികരണത്തോട് മോൻ പ്രതികരിച്ചതും എനിക്ക് ഭയങ്കരമായി ഇഷ്ടമായി. ഇന്നത്തെ കാലത്ത് ഒരു നിസ്സാര കാര്യം മതിയല്ലോ കുടുംബകലഹത്തിന്. എന്നാൽ ആ അമ്മ സ്വീകരിച്ച മാർഗം എനിക്ക് നല്ലതായി തോന്നി. ആരോടും പരാതിയോ പരിഭവമോ ഒന്നുമില്ലാതെ സ്വീറ്റായിട്ടുള്ളൊരു റിവഞ്ച് എന്നതിനെ വിളിക്കാൻ പറ്റില്ല, ഒരു പ്രതികരണം. വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കാതെ അവർക്കിഷ്ടപ്പെട്ട സാധനം അവർ പോയി വാങ്ങിക്കൊണ്ടുവന്ന് അവരത് ഉപയോഗിച്ചു. അവരതിനു വേണ്ടി ആരെയും ആശ്രയിക്കാൻ നിന്നില്ല. ഇതിന് യഥാർത്ഥത്തിൽ ഒരു പ്രതികാരമല്ല, ഒരു പ്രതികരണം, സ്വീറ്റായിട്ടുള്ളൊരു പ്രതികരണമായി കരുതാം. ഈ അമ്മയുടെ പ്രതികരണത്തെക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ മകൻ്റെ നിഷ്കളങ്കമായ പെരുമാറ്റ രീതിയാണ്. ഞാൻ വാങ്ങിക്കൊടുക്കാത്തത് കൊണ്ട് എന്നോട് പ്രതികാരം ചെയ്തതാണ് എന്നൊന്നും ചോദിക്കാതെയും ചിന്തിക്കാതെയും നിഷ്കളങ്കമായ ആ കുട്ടിയുടെ പെരുമാറ്റം, അതായത് ആ ഐസ്ക്രീം അമ്മ ബാക്കി വെച്ചിട്ട് നിർത്തുകൊണ്ട് പോയി കഴിച്ചത് എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അവിടെ വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കാതെ അവൻ ശാന്തമായി നിസ്സാരമായി അതിനെ കൈകാര്യം ചെയ്തു. സാധാരണ കുടുംബത്തിൽ ഈ ഒരൊറ്റ പ്രശ്നം മതിയല്ലോ വലിയ പ്രശ്നങ്ങളായി മാറാൻ. എനിക്ക് ഒരു ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് തരാൻ നിന്നെക്കൊണ്ട് പറ്റില്ലേടാ, നീ ഇത്രയും വാങ്ങിച്ചില്ലേ, എന്നിട്ട് എന്നെ നീ മറന്നില്ലേ എന്നൊക്കെ അമ്മയ്ക്ക് ചോദിക്കാം. പിന്നെ അമ്മ കുഞ്ഞല്ലേ ഐസ്ക്രീം തിന്നാൻ, ഒരു ദിവസം വാങ്ങിച്ചുകൊണ്ട് വരാൻ മറന്നുപോയാൽ ഉടനെ പോയി മേടിക്കാനാണ് വേണ്ടത് എന്ന് ആ മകനും ചോദിക്കാം. എന്നാൽ ഇവിടെ ആ അമ്മയെക്കാളും പക്വതയോടെ പെരുമാറിയത് ആ മകനാണെന്നാണ് എൻ്റെ അഭിപ്രായം. ആ മകന് എൻ്റെ ഒരു സല്യൂട്ട്. ഇത്തരം പെരുമാറ്റങ്ങളിലൂടെ ഒരു കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഒക്കെ കൊണ്ടുവരാൻ സാധിക്കും.
ഈ കഥയെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ച്, നിനക്ക് അന്ന് തന്നെ പോയി അപ്പോഴത്തന്നെ പോയി ഐസ്ക്രീം വാങ്ങിക്കണമായിരുന്നാ, പിന്നീടെങ്ങാനും പോയി വാങ്ങിച്ച പോരായിരുന്നാ? അപ്പോൾ അവർ പറഞ്ഞ്, എനിക്കിപ്പോഴ് കയ്യിൽ പൈസയും ഉണ്ട്, പോയി വാങ്ങിക്കാൻ ആരോഗ്യവും ഉണ്ട്. അതുകൊണ്ടല്ലേ എൻ്റെ ആഗ്രഹം സാധിക്കാൻ പറ്റിയത്. ഇത് രണ്ടും ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ആഗ്രഹം ഞാൻ ഉള്ളിലൊതുക്കേണ്ടി വരില്ലായിരുന്നോ? അതിലും കാര്യമുണ്ട് എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് പ്രായമായവരുടെ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളെല്ലാം മക്കൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കണേ. ഇതിൽ പ്രായമായവരും ചെറുപ്പക്കാരായ ആൾക്കാരും മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ ഇതിലുണ്ട് എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു.